മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് പിന്നെയും ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മുടെ ഫേസിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെറംസ് എന്തിനാണ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ഇന്ന സെറം ഇന്നതിനാണെന്ന് കൂടി അറിയാതെ യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യരുത്. ഫേസ് പാക്ക് ഒരുപാട് അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ് സ്ക്രബുകൾ ഒരുപാട് അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ബാരിയറാണ്, അത് അങ്ങനെ ഇല്ലാതായിട്ട് പോകും. അപ്പം നമുക്ക് മുഖത്ത് ഇങ്ങനെ കുഴികളൊക്കെ വരാൻ തുടങ്ങും, ഓപ്പൺ പോഴ്സിന്റെ പ്രശ്നം വരും. അപ്പം ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പൊ എന്തൊക്കെ വിശേഷം? വളരെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടീനേജ് സ്കിൻ കെയർ റുട്ടീനാണ്. അല്ലെങ്കിൽ ടീനേജ് ഉള്ള കുട്ടികൾ എങ്ങനത്തെ ഒരു സ്കിൻ കെയർ ആണ് ഫോളോ ചെയ്യേണ്ടത്, സ്കിൻ കെയർ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കറക്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയണ മുന്നേ നിങ്ങൾ തന്നെ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്ക് ഉണ്ട്. ഈ സ്കിൻ കെയർ മിസ്റ്റേക്ക് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മളിപ്പോൾ എത്ര സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്താലും അതിനൊന്നും എഫക്റ്റ് ഇല്ലാതെ പോകും. സോ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം കേട്ടോ. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫേസ് വെറുതെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പിമ്പിൾസ് ഉള്ള ഏരിയ ആണെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് തൊട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പിമ്പിൾസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് പിമ്പിൾസ് വന്നാലും ശരി അല്ലെങ്കിൽ ശരി നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസിനെ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്ത് നോക്കാതിരിക്കുക. ഓക്കെ, പിമ്പിൾസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ കുത്തി പൊട്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കുക. കാരണം നമ്മൾ കുത്തി പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് എഫക്റ്റ് ഉണ്ടാവുള്ളൂ, ഡാർക്ക് സ്പോട്ട് ആയിട്ട് വരും. ഈ ഡാർക്ക് സ്പോട്ടിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ തന്നെ പൊട്ടുന്ന ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ പോകുന്ന പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ പുറമെയുള്ള ലെയറിലില്ലേ അവിടെ തന്നെ കിടന്നോളും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഡാർക്ക് സ്പോട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി വിറ്റാമിൻ സി ഉപയോഗിച്ചാലും എന്ത് യൂസ് ചെയ്താലും പിന്നീട് അങ്ങോട്ട് കേട്ടോ ഒരു 20s ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വിറ്റാമിൻ സി അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ യൂസ് ചെയ്താലും പെട്ടെന്ന് തന്നെ അതൊക്കെ റിമൂവ് ആയി പൊക്കോളും. പക്ഷേ നിങ്ങൾ കുത്തിപ്പൊട്ടിക്കുന്ന പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ മാർക്ക് കുറേ കാലം നിൽക്കും. കാരണം അത് നമ്മുടെ ഡെപ്ത്, അതായത് നമ്മുടെ സ്കിന്നിന്റെ ലെയർ ബാക്ക് ടു ലെയറിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെയേഴ്സ് എല്ലാം പോയാലാ ഈ ലെയറിലേക്ക് എത്തിയിട്ട് അതൊക്കെ പോവുള്ളൂ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കേണ്ടി വരും, കുറച്ച് വർഷം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടി ബെറ്റർ എന്താ, നിങ്ങളത് കുത്തിപ്പൊട്ടിക്കാതിരിക്കുക. ഓക്കെ, അതാണ് ഡാർക്ക് സ്പോട്സിനൊക്കെ കാരണമായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പിമ്പിൾസ് കുത്തിപ്പൊട്ടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കുക. അത് പിന്നീട് വലിയ ഡാർക്ക് സ്പോട്ടിന് കാരണമായിരിക്കും. ഓക്കെ, മിസ്റ്റേക്ക് നമ്പർ 2, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഏർലി 20s ലേറ്റ് 20s 30s 40s ശരി, സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു ഫേസ് വാഷ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഡെയിലി നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇപ്പോൾ വെയിലുണ്ടോ വെയിലില്ലേ മഴയാണോ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തേക്കാം. അത് ഒരു SPF 50 PA++ ഒക്കെ ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, മിസ്റ്റേക്ക് നമ്പർ 3, ഇപ്പം തന്നെ സെറംസ് ഒക്കെ നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്ത് തുടങ്ങുന്നത് തെറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ ഓപ്പോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളൊരു 16, 17 അല്ലെങ്കിൽ ഒരു 20s ബിലോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരു 21 ബിലോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സെറം യൂസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെ സ്കിന്നിൽ വരുന്നില്ല. കാരണം നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബേബി സോഫ്റ്റ് സ്കിന്നാണ്. അതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ ആക്നി പിമ്പിൾസ് ഒക്കെ വരും, അല്ലാതെ ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്സ് ഉണ്ടാവുക, സ്കിന്ന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള കേസൊന്നും നോർമലി ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വരാൻ ചാൻസ് ഇല്ല. ഈ അങ്ങനെ വലിയ രീതിയിൽ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്തൊന്നും വരും. അതിൽ ഒരുപാട് പ്രോഡക്റ്റ് പിന്നെയും ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മുടെ ഫേസിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും സെറംസ് എന്തിനാണ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ഇന്ന സെറം ഇന്നതിനാണെന്ന് കൂടി അറിയാതെ യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത് സെറംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു ഏജ് ഉണ്ട്. ആ ടൈമിൽ മാത്രം അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 25 ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, ഒരു 30s ഒക്കെ ഉള്ള ആൾക്കാർ, അവരൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ സെറംസ് ഒക്കെ സ്കിന്നിൽ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് നിങ്ങളുടെ സ്കിന്ന് പോലെ ആവാൻ വേണ്ടിയിട്ടാണ്, ബേബി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടോ, ഡാർക്ക് സ്പോട്ട്സ് ഇല്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻ ഒന്നും വരാനുള്ള ടൈം ആയിട്ടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആവാത്ത സ്കിന്നിന് ഒരിക്കലും അങ്ങനെ ആക്കാൻ നോക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഒന്ന് മെച്ചൂർഡായിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സെറംസ്, അതായത് വിറ്റാമിൻ സി, നൈസിഡമൈഡ് പോലത്തെ സെറംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. ചില കുട്ടികളൊക്കെ 10% ഒക്കെ നൈസിഡമൈഡ് ആണ് ആദ്യമേ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഇതൊന്നും അറിയാതെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങരുത്. ഇതിനൊക്കെ ഒരു ഏജ് ടൈം ഉണ്ട്. നിങ്ങളുടെ സ്കിൻ മെച്ചൂർഡ് ആയിട്ടില്ല. അതുകൊണ്ട് ഒരു 21+ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. വലിയ കാര്യമായിട്ട് ഈ സ്കിൻ കെയറിനുള്ളിലോട്ട് കടക്കേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല. ഓക്കെ, മിസ്റ്റേക്ക് നമ്പർ 4, ഫേസ് പാക്കുകൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതും ഈ ഭയങ്കര തരിതരിപ്പുള്ള ഫേസ് പാക്കുകൾ, അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകൾ, കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കുകൾ,
ഇതൊന്നും യൂസ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ഒരു ടൈം കൊടുക്കുക, അതിനുശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങളൊരു ഏർലി സ്റ്റേജിലാണ്, നിങ്ങളുടെ സ്കിൻ അത്രയും ബേബി സോഫ്റ്റ് സ്കിന്നാണ്, നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ ടാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുൾട്ടാന മിറ്റി അല്ലെങ്കിൽ തൈരൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ തൈര് ഫേസിൽ ചുമ്മാ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരുപാട് ടാനൊക്കെ ആവുകയാണെങ്കിൽ, ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് എവിടേക്കും പോയിട്ട് വരികയാണെങ്കിൽ തൈരും ഈ കുറച്ച് ടൊമാറ്റോ കൂടിയിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ മതി. അല്ലാതെ വലിയ രീതിയിലുള്ള ഫേസ് പാക്കുകളൊന്നും ഇപ്പം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ എന്ന ബാരിയറിനെ അത് അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, കുരുക്കളൊക്കെ വരാൻ തുടങ്ങും ഇവിടെയൊക്കെ ആയിട്ട്. ഓപ്പൺ പോൾസിന്റെ പ്രശ്നം വരാൻ തുടങ്ങും. സോ അതിന് വേണ്ടിയിട്ട് പിന്നെ ടോണറൊക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. സോ ഇപ്പം തന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കുക. പല ഇൻഫ്ലുവൻസസ് പലതും പറഞ്ഞു തന്നിരിക്കും. എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമില്ലാത്ത ഈ ഫേസ് പാക്കുകളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഡീറ്റാൻ ഫേസ് പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാത്ത ഫേസ് പാക്കുകളൊന്നും ഇപ്പം തന്നെ ട്രൈ ചെയ്തിരിക്കരുത്. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 4 മിസ്റ്റേക്ക് കൂടുതലായിട്ടും ടീനേജേഴ്സിൽ കണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യരുത്. അത് ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാം കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണം എന്നുള്ളത്. ഒരു 18, 19 ഒരു ടീനേജ് പ്രായമൊക്കെ പറയുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ജസ്റ്റ് ഒന്ന് ബിഗിൻ ചെയ്താൽ മതിയാവും. അത്രയും നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എന്താ ഈ മിനിമൽ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്? ബേസിക് ആയിട്ട് ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ ആൻഡ് ഒരു സൺസ്ക്രീൻ. ഇത് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ആൻഡ് ഇനി നിങ്ങൾക്ക് ഡാർക്ക് സർക്കിളിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നെങ്കിൽ മാത്രം ഒരു ഐ ക്രീം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ലിപ്സിന് ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം അല്ലേ, ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇപ്പോഴും സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന്റെ pH-നും സോപ്പിനും നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ pH ഹൈ ആയിട്ടുള്ള ഇങ്ങനത്തെ സോപ്പുകളൊക്കെ യൂസ് ചെയ്യണേക്കാട്ടി നല്ലത് നമ്മുടെ സ്കിന്നിനെ അത് ഡ്രൈ ആക്കും അല്ലേ. സോപ്പൊക്കെ ഒരുപാട് നിങ്ങൾ സോപ്പ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നെ എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സെബം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങും അല്ലേ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു നീമിൻ്റെ ഒക്കെ ഫേസ് വാഷ് ഉണ്ടല്ലോ, അതൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. അതല്ലെങ്കിൽ സെറ്റഫിൽഡ് ക്ലെൻസർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലെൻസർ കാണിച്ചു തരാം കേട്ടോ. അതും ഭയങ്കര ലൈറ്റ് ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. ഫോക്സ്റ്റീലിന്റെ ഈ ഒരു ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നൈസിരിമേറ്റും ചമോളിൻ എക്സ്ട്രാക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. ഇങ്ങനത്തെ മൈൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതന്നെ ചൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 45 സെക്കൻഡ് എങ്കിലും അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണം. അല്ലാതെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കഴുകി പോവല്ല, അത് കാരണം യാതൊരു ഉപകാരമില്ല. അതുകൊണ്ട് ഒരു 45 സെക്കൻഡ് എങ്കിലും ആ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അത് വെച്ച് മൈൽഡ് ആയിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ. മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്തതിനു ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സോ ലൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അലോവേറ ജെൽ പോലത്തെ അല്ലെങ്കിൽ ജെൽ കൺസിസ്റ്റൻസി വരുന്ന മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ പോൺസിന്റെ ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മൈൽഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അല്ലെങ്കിൽ സെറ്റഫിൽഡ് മോയ്സ്ചറൈസർ ട്രൈ ചെയ്യാം. ഇഫ് നിങ്ങൾക്ക് ഒരു നോർമൽ ടു ഒരു ഡ്രൈ സ്കിൻ ആണ് ഉള്ളതെങ്കിൽ സെറ്റഫിൽഡ് മോയ്സ്ചറൈസർ അടിപൊളിയായിട്ട് നല്ലോണം വർക്ക് ആവുന്ന മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷിന് ശേഷമുള്ള ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിനുശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സൺസ്ക്രീൻ തന്നെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇഫ് നിങ്ങൾ മോർണിംഗ് ഈ AM റുട്ടീനാണ് ഞാൻ പറയുന്നത്, രാവിലെ എപ്പോഴും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നൈറ്റ് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, രാവിലെ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SPF 50 PA+++, അതായത് 3+ ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ജസ്റ്റ് ഒരു 2 സൺസ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. എല്ലാത്ത കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ SPF 50 അടങ്ങിയിട്ടുള്ള സ്കിൻ ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഫോക്സ്റ്റീലിന്റെ ഗ്ലോ സൺസ്ക്രീൻ ആണ്, ഗോൾഡൻ ഹവർ ഗ്ലോ സൺസ്ക്രീൻ ആണ്. വേറെ കുറച്ച് സൺസ്ക്രീൻ സജഷൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെർമക്കോന്റെ സൺസ്ക്രീൻ നിങ്ങൾക്ക് നോക്കാം. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ടാനിങ് നിന്ന് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നതിന്റെ ഒരു 20 മിനിറ്റ്സ് മുന്നെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. 2 ഫിംഗർ റൂൾ, അതായത് നമ്മുടെ 2 വിരലും മൊത്തം നിറയുന്ന രീതിയിൽ വേണം നമുക്ക് സൺസ്ക്രീൻ എടുക്കാനായിട്ട്. അതങ്ങനെ ഫുള്ളി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടും വേണം. ഓക്കെ. അത് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ പുറത്ത് പോയിട്ട് ഒരു 4 hours കഴിയുമ്പോൾ നമുക്ക് ആ സൺസ്ക്രീൻ പിന്നെയും റീഅപ്ലൈ ചെയ്യണം. കാരണം SPF 50 അടങ്ങിയുള്ള സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഒരു 4 hours ശേഷം അത് ഒന്നും കൂടി റീഅപ്ലൈ ചെയ്യേണ്ടി വരും. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ.
ഇനി നിങ്ങൾ പുറത്തൊന്നും പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉള്ളത്, എന്നാൽ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓക്കെ, നിങ്ങൾ റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം 4 hours കഴിയുമ്പോൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പ്രേ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫ്രീ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെയെങ്കിലും നോക്കുക കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യുക. റീ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ ലേറ്റ് 20s അതുപോലെ ഏർലി 30s അങ്ങനെയുള്ള ആൾക്കാരെല്ലാം സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ടീനേജേഴ്സ് ജസ്റ്റ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ എന്നറിയോ? ഒന്ന് ലിപ് ബാമും, മറ്റേത് ഐ ക്രീമും ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഡാർക്ക് സർക്കിളിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കണ്ണ് ഭയങ്കരമായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര കണ്ണ് വേദന എടുക്കുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള പോലെ തോന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐ ക്രീം ട്രൈ ചെയ്യാവുന്നതാണ്. അല്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ക്രീം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്തായാലും ഒരു ഐ ക്രീം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഇത് എപ്പോൾ യൂസ് ചെയ്യണം? ഒരു മോയ്സ്ചറൈസറിന് ശേഷം വേണം നമ്മൾ എപ്പോഴും ഐ ക്രീം യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഐ ക്രീമിന് ശേഷം നിങ്ങൾക്കൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. രാവിലെ ആണെന്നുണ്ടെങ്കിൽ, രാത്രി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസറിന് ശേഷം ഐ ക്രീം യൂസ് ചെയ്യാം. അത്രയും മതിയാവും കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. നമ്മളൊരു ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്ന മുന്നേ ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് നോക്കിയാൽ അതിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ലിപ് ബാം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നോക്കാം. എപ്പോഴും നിങ്ങൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന മുന്നേ ആയിട്ട് ലിപ് ബാം യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിലും ലിപ് ബാം സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ ലിപ്സ് ഒക്കെ ഭയങ്കര പിഗ്മെന്റഡ് ആവുന്നതും ഭയങ്കര ഡ്രൈ ആവുന്നതും ഇങ്ങനെ ലിപ് ബാംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇനി ഇപ്പം തന്നെ നിങ്ങളുടെ ആ ബേബി സോഫ്റ്റ് ലിപ്സ് ഉണ്ടല്ലോ, ആ പിങ്ക് ലിപ്സ്, അതൊന്ന് സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടിയിട്ട് SPF ഉള്ള ലിപ് ബാംസ് തന്നെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അത് തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ടീനേജേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്ക് ആൻഡ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ മിസ്റ്റേക്കിന്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഈ സെറംസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് പാക്ക് കൂടുതലായിട്ട്, അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടി മെച്ചോർഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നിങ്ങളൊരു 20, 21 ആ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന ചെറിയ രീതിയിലുള്ള ഒരു ചേഞ്ച് വരും. അതായത് പണ്ടൊക്കെ ഭയങ്കര ആക്നി പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കും. ചിലർക്ക് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ നമ്മുടെ സ്കിന്നിൽ അങ്ങനത്തെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തെന്ന് വരും. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം മതി, അല്ലെങ്കിൽ സ്കിൻ ടൈപ്പ് ഒന്ന് ചേഞ്ച് ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് മെച്ചൂർഡ് ആയതിനു ശേഷം മതി ഈ സെറംസ് ഒക്കെ, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള നൈസിഡമൈഡ്, വിറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള സെറംസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങാനായിട്ട്. ഇപ്പം തന്നെ സ്കിന്നിൽ അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ, ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ മാത്രം ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക. ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.